185 വോട്ടിനാണ്. അപ്പോൾ നമുക്ക് SDP-യുടെ ശക്തി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ആണ് SDP കാഴ്ചവെച്ചിരിക്കുന്നത്. അവർക്ക് 102 അംഗങ്ങളെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ആദ്യമായി കണ്ണൂർ കോർപ്പറേഷനിൽ അവർ അക്കൗണ്ട് തുറന്നു. തലശ്ശേരിയിലും പൊന്നാനിയിലും മുനിസിപ്പാലിറ്റികളിൽ അവർ അക്കൗണ്ട് തുറന്നു. 19ഓളം ഗ്രാമപഞ്ചായത്തുകളിലും അവർ അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിലെ 16 ഗ്രാമപഞ്ചായത്തുകളിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന SDP എന്ന പാർട്ടിയാണ്. 102 അംഗങ്ങളെ വിജയിപ്പിച്ചു എന്ന് മാത്രമല്ല, 227 വാർഡുകളിൽ അവർ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിലാണ് അവർ മത്സരിച്ചത്. 75,566 വോട്ടുകൾ അവർ നേടിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ SDP എന്ന് പറയുന്നത് ചെറിയൊരു പെർസെന്റേജ് വോട്ടാണെങ്കിൽ പോലും അവർക്ക് പല കാര്യങ്ങളും നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു.